എറണാകുളം പുതിയകാവ് വെടിക്കെട്ട് അപകടം നടന്നിട്ട് ഇന്നേക്ക് 1 വർഷം. പടക്ക സംഭരണശാലയിലായിരുന്നു ഉഗ്രസ്ഫോടനം. വെടിക്കെട്ട് അപകടത്തിന്റെ ഓർമ്മ പേറുന്ന പുത്തൻകാവ് ഉത്സവത്തിന് ഇക്കുറി വെടിക്കെട്ടില്ല. ഫെബ്രുവരി 12 ഇന്നേ ദിവസം പുതിയകാവിലെ പ്രദേശവാസികൾക്ക് മറക്കാനാവുന്നതല്ല. കൃത്യം 1 വർഷം മുൻപാണ് ഇവിടെ ഉണ്ടായിരുന്ന ഉത്സവത്തിന്റെ ഭാഗമായി വെടിപ്പുരയ്ക്ക് തീപിടിക്കുന്നതും ഉഗ്രസ്ഫോടനം ഉണ്ടാകുന്നതും. അന്നത്തെ ആ അപകടത്തിന്റെ പ്രകമ്പനം ഇപ്പോഴും ഈ പ്രദേശവാസികളുടെ കാതിൽ മായാതെ നിൽപ്പുണ്ട്. 2 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. കുട്ടികളടക്കം 16 പേർക്ക് ഗുരുതര പരിക്കേറ്റു. 20 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. പല വീടുകളുടെയും മേൽക്കൂരകൾ തകർന്നു. തൊട്ടടുത്തുണ്ടായിരുന്ന കടകളിലേക്ക് തീ പടർന്നു പിടിച്ചു. 400 മീറ്റർ ദൂരത്തോളം സ്ഫോടനത്തിന്റെ പ്രകമ്പനം. ഒരു നാടിന്റെ ഉത്സവാഘോഷത്തെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തിയ ദുരന്തം. രാവിലെ വെടിക്കെട്ട് കഴിഞ്ഞ് ഇവിടുന്ന് അവർ തിരുവനന്തപുരം ടീമായിരുന്ന വെടിക്കെട്ട് നടത്തിക്കൊണ്ടെന്ന് വെച്ചാൽ അവർ ടെമ്പോ ട്രാവലിന് സാധനം അവിടെ കൊണ്ട് ഇറക്കണ സമയത്താണ് ഈ സംഭവം ഉണ്ടായത്. ഒരാൾ മരിക്കും, 2-3 പേർക്ക് പൊള്ളല. പരിസരത്ത് ഒത്തിരി വീടുകൾക്കൊക്കെ പ്രശ്നങ്ങളുണ്ടായി. അതൊക്കെ പരിഹരിച്ച് കുറേ 10-90 ദിവസം അവരൊക്കെ ജയിലിൽ കിടന്നു. പുത്തൻകാവ് ക്ഷേത്രത്തിന് സമീപത്തുള്ള ചൂരക്കാട്ട് ഭാഗത്താണ് പടക്കം ശേഖരിച്ചിരുന്നത്. ക്ഷേത്രത്തിലെ ചെറിയൊരു വെടിക്കെട്ടിനു ശേഷം വീണ്ടും ഇവിടേക്ക് പടക്കങ്ങൾ എത്തിച്ചപ്പോഴാണ് അപകടമുണ്ടായത്. പടക്കം കൊണ്ടുവന്ന ടെമ്പോ ട്രാവലറും ശേഖരിച്ചു വെച്ചിരുന്ന കോൺക്രീറ്റ് കെട്ടിടവും പൂർണ്ണമായും തകർന്നു. രാവിലെ 11 മണിക്കുണ്ടായ അപകടത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്നും ഇവിടുത്തുകാർക്ക് ഒരു വിറയലാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പേടി സ്വപ്നമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇവിടെ അന്ന് രാവിലെ ഇവിടെ അതിൻ്റെ വെടിക്കെട്ട് കഴിഞ്ഞിട്ട് അവർ ഒരു വണ്ടിയിൽ കുറച്ച് സാധനം അവിടെ കൊണ്ട് ബാലൻസ് സ്റ്റോക്ക് ചെയ്തതാണ്. അവരുടെ പറമ്പുണ്ട്, അവിടെ വെച്ചിട്ടാണ് സംഭവിക്കുന്നത്. എങ്ങനെ സംഭവിച്ചെന്ന് നമുക്കറിയില്ല. ഫെബ്രുവരി 25-നാണ് ഇക്കുറി പുത്തൻകാവിലെ ഉത്സവത്തിന് കൊടിയേറുന്നത്. ഇത്തവണ വെടിക്കെട്ടില്ല. പുതിയൊരു ഉത്സവകാലം കൂടി കടന്നു വരികയാണ്. ജാഗ്രത പാലിക്കാം. നമ്മുടെ ആഘോഷങ്ങളെയെല്ലാം സുരക്ഷിതമാക്കി നിർത്താൻ. അനുപസ് നായർക്കൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി.